ഈശ്മിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ 3 അധ്യായത്തിലെ 23 24 തിരുവചനം വായിക്കാം. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മെല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. പ്രൈസ് ദി ലോർഡ്. അന്ന് പർദീസയിൽ വല്ലാത്ത ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു. കാര്യം വ്യക്തമാണ്. ദൈവ പദ്ധതി ആദ്യ മനുഷ്യൻ തകിടം മറിച്ച ദിവസം തൻ്റെ ജീവൻ നിക്ഷേപിച്ച് മെനഞ്ഞെടുത്ത മനുഷ്യൻ്റെ അധപതനത്തിൽ ദൈവം പകച്ചു നിന്നു പോലെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. മനുഷ്യനെ അവിടെ നിന്നും പുറത്താക്കാതെ വഴിയില്ലായിരുന്നു. പർദീസയ്ക്ക് ദൈവം വേലി കെട്ടി കെരൂബുകളെ കാവൽ നിർത്തി ദൈവനീതി നടപ്പാക്കിയ ആ ദിനം ഏതാണ്ട് അസ്തമിക്കാറായി. പക്ഷേ അന്ന് സായാഹ്നത്തിൽ ഇരു കൂട്ടർക്കും ഉറക്കമില്ല. ദൈവവും മനുഷ്യനും ഒരുപോലെ വേദനിച്ചു. എങ്ങനെ ഉറങ്ങാനാകും? തെറ്റ് ചെയ്ത മകളെ വാതിലടച്ച് പുറത്താക്കി പടി കയറി പോരുത് എന്ന ഒരു ഓർഡർ കൊടുത്ത ഒരു അപ്പനെ ഓർക്കുക. വാതിലടയ്ക്കുന്ന തിടക്കമോ പടിക്ക് പൂട്ടിയിടുന്ന ബലമോ ഒന്നും പിന്നെയില്ല. അയാൾക്ക് മാറി തിരിഞ്ഞ് കരഞ്ഞ് നേരം വെളുപ്പിക്കുന്നു. മകളോ തലതല്ലി കരച്ചിലായിരുന്നു. എങ്കിലും രണ്ടുപേരും മിണ്ടുന്നില്ല, പക്ഷെ വിങ്ങിക്കരയുന്നുണ്ട്. പർദീസായുടെ കവാടത്തിന് പുറത്തു നിന്നുകൊണ്ട് ആദം നിലവിളിച്ചു, ദൈവമേ, ഞാൻ കാരണമാണോ നീ പർദീസയ്ക്ക് വേലി കെട്ടിയത്? ഞാൻ കാരണമാണോ മാനവരാശിക്കെതിരെ നീ മതിൽ തീർത്തത്? ആ ചോദ്യത്തിന് മേൽ ദൈവത്തിൻ്റെ ഹൃദയം തകർന്നു പോയി. അന്ന് വാഗ്ദാനം ചെയ്തതാണ് ഏകജാതനെ ആദത്തെയും ഹവ്വയെയും കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട്, അതും പാപത്തിനും മർദ്ദറിനും പരിഹാരം ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. സ്വപുത്രനെ അയച്ചു. ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് ദൂതൻ നൽകുന്ന സന്ദേശം ഓർക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 1 അധ്യായത്തിൽ 21 ഇങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ദൈവത്തിൻ്റെ കർണപുടത്തിൽ ആദത്തിൻ്റെ നിലവിളി ഇരുമ്പിയപ്പോൾ ദൈവം എന്താണ് ചിന്തിച്ചത്? മകളെ പുറത്താക്കിയിട്ട് ഒരു അപ്പൻ ചിന്തിക്കാവുന്നത് തന്നെ. കഴിഞ്ഞ കാലങ്ങളിൽ സഞ്ചരിച്ച വഴികൾ തന്നെ കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുത്തത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണെന്നാണ് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. സകലതും വചനത്താൽ സൃഷ്ടിച്ച ദൈവം പക്ഷേ മനുഷ്യനെ അങ്ങനെയല്ല സൃഷ്ടിച്ചത്. സകലതും വചനത്താലാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ ദൈവത്തിന് മനുഷ്യനെയും അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, മറിച്ച് തൻ്റെ കൈവെള്ളിയിൽ അവൻ രൂപപ്പെടണമെന്ന് ദൈവം ധരിച്ചിരിക്കണം. ഏറെ സൂക്ഷ്മതയോടെയാണ് അവൻ ആദത്തെ മെനഞ്ഞത്. മനുഷ്യനേക്കാൾ കായിക ബലമുള്ള ജീവികൾ പലതുമുണ്ടെന്ന് ഈ മണ്ണിൽ. എന്നാൽ ദൈവത്തിൻ്റെ പ്രാണനുള്ള ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമേ അല്ലേ ഉള്ളത്. മനുഷ്യനെ മെനയുമ്പോൾ ദൈവത്തിൻ്റെ കരം വിറയ്ക്കുന്നുണ്ട്. കാരണം ആദം തനിക്കെതിരെ ചെയ്യാൻ പോകുന്നതൊക്കെ ഈ ദൈവം മുൻകൂട്ടി കാണുന്നുണ്ട്. നാളെ തൻ്റെ പ്രിയപുത്രനെ കുരിശിലേറ്റാൻ പോകുന്നവരുടെ ഒരു ആദികണ്ണിയാണെന്ന് ദൈവത്തിനറിയാം. ദൈവപിതാവ് പിന്നീട് ഒരു പിടി മണ്ണെടുത്ത് കുഴയ്ക്കുമ്പോൾ വെള്ളം വേണ്ടി വരുന്നില്ല, കണ്ണീരിലാണ് അവൻ നമ്മളെ കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും പറയുമ്പോഴും നമ്മുടെ കണ്ണ് നിറയുന്നത്. കണ്ണീരിൽ മെനഞ്ഞെടുത്താണ് നമ്മളെ ഓരോരുത്തരും ദൈവം സൃഷ്ടിച്ചത്. അങ്ങ് സൃഷ്ടിച്ച സകലതിനെയും അങ്ങ് സ്നേഹിക്കുന്നു, ദേഷിക്കുന്നില്ല. ദേഷിക്കാനായിരുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 11 അധ്യായത്തിൽ 24 ഞാൻ പറഞ്ഞത്. അങ്ങ് സൃഷ്ടിച്ച സകലതിനെയും അങ്ങ് സ്നേഹിക്കുന്നു, ദേഷിക്കുന്നില്ല. ദേഷിക്കാനായിരുന്നെങ്കിൽ അങ്ങ് സൃഷ്ടിക്കുന്നില്ലായിരുന്നു. അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. ആദത്തിൻ്റെ വീഴ്ചയിൽ ദൈവത്തിൻ്റെ മനസ്സുലഞ്ഞു. ഒരു 100 ചോദ്യങ്ങളെ
ഏതൊരു അപ്പനെയും അമ്മയും പോലെ ദൈവപിതാവും ചോദിച്ചു, ആദം നീ എന്താണ് ഈ ചെയ്തത്? മക്കൾ ചെയ്ത മാതാപിതാ നീ എന്താ പണിയടെ കാട്ടിയത്? എന്താണ് നീ ഇങ്ങനെ ചെയ്തത്? നീ എന്നെ മറന്നു? നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്ന് നിനക്കറിയാമോ? നീ എന്തൊരു ബോധക്കേടാണ് ചെയ്ത്? നിന്നെ കാണാതെ ഒരു വിശ്രമിക്കാനിക്കാവുമോ? നിനക്കായി ഉണ്ടാക്കിയ സൃഷ്ട പ്രപഞ്ചം പോലും നിനക്കെതിരെ പ്രതികരിക്കുന്നത് കാണുന്നില്ലേ? സകലത്തിൻ്റെയും അത് എല്ലാം വഴിതെറ്റിപ്പോയി. ആദ്യ പാപം, ഒരു അനുസരണക്കേട്, എല്ലാത്തിനും ആ പ്ലാനിങ് മുഴുവൻ പദ്ധതിയും മാറ്റിമറിച്ചു. ആദത്തെ തേടി ദൈവം ഇറങ്ങുകയാണ്. ഉൽപ്പത്തിയിൽ പർദീസായിൽ അവനും അവൻ്റെ പിൻതലമുറയും മടങ്ങിയെത്തും വരെ ഒരു വേട്ടപ്പട്ടിയെ പോലെ ദൈവം ഈ മണ്ണിലൂടെ അലയുന്ന ആ ദൈവത്തിൻ്റെ മുഖമാണ് ക്രിസ്തു. രണ്ടാം ആദം ദൈവപുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ പോലും വിധത്തിൽ വിലയുള്ളവനാണ് നീ എന്ന് നീ അറിയണം. മനുഷ്യൻ്റെ മൂലം എന്താണെന്ന ചോദ്യത്തിന് ഇനി മുതൽ കാവലിരിക്കുന്നവനിലെ യേശുവിൻ്റെ വില എന്തെന്ന് പറഞ്ഞ് പഠിക്കണം. അത്രത്തോളം വിലയുണ്ട് നമുക്ക്. മനുഷ്യൻ നിന്റെ ആത്മത്വത്തിൻ്റെ വില അറിയണമെങ്കിൽ അതിന് മനുഷ്യപുത്രൻ നൽകിയ വില എന്തെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഭൂമിയെ നിശബ്ദത പതിച്ച ദിനമായിട്ടാണ് ദുഃഖശനിയെ പിതാക്കന്മാർ കാണുന്നത്. അന്ന് ദൈവപുത്രൻ എവിടെയായിരുന്നു? സഭാപിതാക്കന്മാരുടെ ഒരു ധ്യാനം ഇതാണ്: നമ്മുടെ ആദ്യ പിതാവിനെ കാണാതെ ആടിനെ എന്ന പോലെ അവർ അന്വേഷിച്ചു പോയി. അന്ധകാരത്തിലും മരണത്തിലും നിഴലിലും വസിക്കാൻ സന്ദർശിക്കാൻ അവൻ ആഗ്രഹിച്ചു. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവയെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ അവിടുന്ന് പോകുന്നു. ഞാൻ നിന്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി നിന്റെ പുത്രനായവൻ. ഉറങ്ങുന്നവനെ എഴുന്നേൽക്കൂ. പാതാളത്തിൻ്റെ തടവുകാരനായിരിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. മരണമടഞ്ഞവരുടെ ജീവനാണ് ഞാൻ. ആദത്തെ തേടി പാതാളത്തിലേക്ക് യാത്രയാകാൻ മരണത്തിനും ഉയർപ്പിനുമിടയിൽ ഒരു പ്രത്യേക ദിനം, രണ്ടാം മാദം കണ്ടെത്തി. ഒരേ മുഖമല്ല രണ്ടു പേരിലും ചരിക്കുന്നത് ഒരു ജീവശ്വാസവും അതും തന്നെ നമ്മിലും. ആദത്തിൻ്റെ നിലവിളി വീണ്ടുപോകുന്ന സകലരുടേതുമാണ്. അവരെ തേടുകയാണ് ക്രിസ്തു, പർദീസായിലെ വിരുണ്ണുണ്ണാനും ആ ആനന്ദലഹരിയിൽ അമരാനുമായിട്ട്. പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ്. അവനോടൊപ്പം ആയിരിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ നിശേഷം മാറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാനായിട്ട് വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിൽ കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശവും മനുഷ്യരാശിയുടെ ചലനവും അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകളും. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് ചേരാനുള്ളവരാണ്. പാപത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാതെ അവൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് ഈ ദിവസങ്ങളിൽ അവനോടൊപ്പം ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതം അവന് വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്നെ വീണ്ടെടുക്കാൻ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ച സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിന് ഞാൻ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈ തിരുവചനം ശ്രവിക്കുന്ന ഞങ്ങളെല്ലാവരെയും നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ഇടയാക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.